2017 കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി മാറിയ രാഹുൽ ഗാന്ധി 4 തവണയോളം ലോക്സഭ അംഗമായി പ്രവർത്തിക്കുന്നു. ഇപ്പോൾ വയനാട്ടിലെ മത്സരത്തിന് ശേഷം റായ്ബറേലിയിൽ മത്സരിക്കാൻ പോകുന്നു. പ്രിയങ്കയും സോണിയും ഒക്കെ കൂടെ ചേർന്ന് ഈ റായ്ബറേലിയിൽ വലിയ പിന്തുണയാണ് നൽകുന്നത്. കാരണം ഹിന്ദി ഹൃദയഭൂമിയിൽ രാഹുലിനൊരു സ്ഥാനം വേണം, അല്ലെ ഈ ഗാന്ധി കുടുംബത്തിൻ്റെ സ്ഥാനം വേണമായിരിക്കും. ഇപ്പോൾ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇടയിൽ മറന്നുപോയൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധി 54 വയസ്സായിട്ടും വിവാഹം കഴിച്ചില്ല. അപ്പോൾ റായ്ബറേലിയിലെ പ്രചരണത്തിനിടെ രാഹുൽ ഗാന്ധി പറയുകയാണ് താൻ ഉടൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. ഇതൊരു വലിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഒരാൾ ചോദിച്ചതിന് മറുപടിയായിട്ടാണ് ഇങ്ങനൊരു വിവാഹത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇനി റായ്ബറേലിയിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ വിജയിച്ചാൽ അടുത്ത ആദ്യത്തെ ഉദ്യമം എന്ന് പറയുന്നത് വിവാഹം കഴിക്കലാകുമോ? കുറച്ച് നാൾ മുമ്പ് ജയ്പൂരിലൊരു കോളേജിൽ ഇതുപോലെ പെൺകുട്ടികൾ ചോദിച്ചിരുന്നു, എന്താണ് വിവാഹം കഴിക്കാത്തത് എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ സമയം കിട്ടിയിട്ടില്ല. ഈ തിരക്കുകൾക്കിടയ്ക്ക്, രാഷ്ട്രീയ തിരക്കുകൾക്കിടയ്ക്ക് എൻ്റെ ജോലി ഇതാണ്, എൻ്റെ ദൗത്യം ഇതാണ്, അതുകൊണ്ടാണ് ഞാൻ വിവാഹം ചെയ്യാത്തത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ ഞാൻ ഉടനെ വിവാഹം കഴിക്കേണ്ടി വരും എന്ന് റായ്ബറേലിയില്ല. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല. KC വേണുഗോപാൽ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ KC വേണുഗോപാലിനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്ന് പോലും ഉറപ്പില്ല. കാരണം ഇത് ദുരൂഹമായ ഒരു വാചകമായിരുന്നു. ഇനി റായ്ബറേലിയിൽ തോറ്റു കഴിഞ്ഞാൽ വിവാഹം ചെയ്യാമെന്നാണോ ഉദ്ദേശിച്ചത് എന്നറിഞ്ഞുകൂടാ. കാരണം ജയിച്ചു കഴിഞ്ഞാൽ MP പണി തുടരും. കാരണം പുള്ളി കോൺഗ്രസ് പ്രസിഡന്റ് ആകാനൊന്നും വലിയ താല്പര്യമില്ലാതെ ഇരുന്ന ആളാണ്. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് താലത്തിൽ വെച്ച് നീട്ടിയതാണല്ലോ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി. അതിന് പകരമാണല്ലോ കർണാടകയിൽ നിന്ന് ഖാർഗെയൊക്കെ. ഇത്തരം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് അപ്രത്യക്ഷനാകുന്ന സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ നിന്ന്. കുറേ നേരത്തേക്ക് കാണുമൊന്നുമില്ല. അപ്പോൾ എങ്ങോട്ടേക്കാണ് പോവുക എന്നൊക്കെ ഓർക്കും. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, മുൻപ് ഈ രാഹുൽ ഗാന്ധിക്ക് ഒരു കാമുകി ഉണ്ടായിരുന്ന കാര്യം മുമ്പ് മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. മുമ്പ് ഈ ബർമിംഗ്ഹാമിൽ 1998 ബർമിംഗ്ഹാമിൽ ഒരു ക്രിക്കറ്റ് നടക്കുമ്പോൾ ആ സ്റ്റേഡിയത്തിൽ ഒരു പെൺകുട്ടിയുടെ കൂടെ രാഹുൽ ഗാന്ധി 1998 ഇരിക്കുന്ന ഒരു ചിത്രം കിട്ടിയിരുന്നു. അത് ഞാൻ കുറെ കാലം കയ്യിലും വെച്ചിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ അന്ന് ഈ ഡിജിറ്റൽ യുഗമൊന്നും അല്ലല്ലോ, സോഷ്യൽ മീഡിയ ഒന്നുമില്ല. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അവസരത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ പെൺകുട്ടിയുടെ കൂടെ അദ്ദേഹം രാഹുൽ സ്റ്റേഡിയത്തിൽ ഇരിക്കുന്നത് അതിപ്പോഴും വീട്ടിൽ കാണാൻ സാധ്യതയുണ്ട്. ഇനി അതിൻ്റെ ആവശ്യമില്ല, എടുത്ത് കളയുകയും ചെയ്യാം. ആ പെൺകുട്ടിയുടെ പേര് വെറോണിക്ക കാർട്ടെല്ലി എന്നായിരുന്നു. വെറോണിക്ക കാർട്ടെല്ലി. അവർ സ്പെയിൻകാരിയാണ്, പക്ഷെ വെനിസ്വേലയിൽ താമസിക്കുന്നു, ആർക്കിടെക്റ്റാണ് എന്നൊക്കെ വന്നിരുന്നു. പക്ഷെ അത്ഭുതം എന്ന് പറയാനുള്ളത് 6 കൊല്ലത്തിന് ശേഷം 1994 നവവത്സരത്തിൽ കുമരകത്ത് ഈ വെറോണിക്കയുടെ കൂടെ രാഹുൽ നവവത്സരാഘോഷത്തിന് വന്നു. അപ്പൊ കേരളത്തിനും പരിചയമുണ്ട് അത്യാവശ്യം ഈ വെറോണിക്ക കാർട്ടെല്ലി. അപ്പോൾ അന്ന് എൻ്റെ ഒരു ഓർമ്മ, ഒരാൾ കൊണ്ടുപോയി കോടതിയിൽ കേസും കൊടുത്തിരുന്നു എന്നാണ്. അതെന്തായി എന്ന് അറിഞ്ഞുകൂടാ. കാരണം എന്താന്ന് വെച്ചാൽ വിവാഹം കഴിക്കാതെ ഇവർ ഹോസ്റ്റലിൽ താമസിച്ചത് ധാർമ്മികതയല്ല, ശരിയല്ല, അത് അവിഹിതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൈസ്തവർക്ക് അങ്ങനെയൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ടല്ലോ. ഇങ്ങനത്തെ പരിപാടികൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു കാമുകിയുടെ കഥയാണ് പരക്കെ അറിയാവുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പലപ്പോഴും പലരുമായിട്ട് ബന്ധിപ്പിച്ചിട്ടൊക്കെ ഈ അമേഠി റായ്ബറേലി ആ ഭാഗത്തെ ഒരു കോൺഗ്രസ് പ്രവർത്തക, എഡ്യൂക്കേറ്റഡ് ഒക്കെയാണ്, അവരുമായിട്ട് ബന്ധപ്പെടുത്തിയും രാഹുൽ വിവാഹം കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അവരിപ്പോൾ അങ്ങനെ പൊളിറ്റിക്സിലൊന്നും വളരെ സജീവമായിട്ട് കാണുന്നൊന്നുമില്ല. ഈ സാർ ഒരു കാര്യം, ഈ വെറോണിക്കയുമായുള്ള ഈ ബന്ധത്തെക്കുറിച്ച് പിന്നീട് എപ്പോഴെങ്കിലും രാഹുൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ രാഹുലിൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? രാഹുൽ ഒരു കാലത്തും ഈ വെറോണിക്കയെ പറ്റി പിന്നീട് സംസാരിച്ചിട്ടില്ല. കാരണം ഈ ഒരിക്കൽ 2004 അമേഠിയിൽ വെച്ച് ഇതുപോലൊരു ചോദ്യം ഉണ്ടായി. റായ്ബറേലിയിലല്ല, അമേഠിയിൽ
2004 ഈ പ്രചാരണത്തിനൊക്കെ നടക്കുമ്പോൾ അവിടുത്തെ വോട്ടർമാർ ചോദിച്ചു, അപ്പം എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 2004 ഗേൾ ഫ്രണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ, 2004 നവവത്സരാഘോഷം എവിടെയായിരുന്നു എന്ന്. അത് വെറോണിക്ക തന്നെയാണ് 2004 എന്ന് പറഞ്ഞത്. എന്നിട്ട് അമ്മയും സഹോദരിയും എന്നോട് നീ എന്താ പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ചോദിച്ചു എന്ന് രാഹുൽ അന്ന് അമ്മയുടെയിൽ പറഞ്ഞിരുന്നു. എന്താണ് നീ പ്രപ്പോസ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു അവര് എന്നൊക്കെ. എന്നിട്ട് അതിൻ്റെ കാരണമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ ഡൽഹിയിലൊക്കെ വല്ലപ്പോഴും റെസ്റ്റോറൻറ്റിലൊക്കെ രാഹുൽ ഗാന്ധി പോകുമ്പോൾ ഈ പുരുഷ കമ്പനികളിലാണ് സാധാരണ രാഹുലിനെ കാണുന്നത്. ഈ വാദ്രയുടെ ബൈക്കിന്റെ പിന്നിലൊക്കെ ആയിട്ടാണ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ വല്ലപ്പോഴും ഒക്കെ പോകുന്നതായിട്ടൊക്കെ കാണുന്നത്. അപ്പോൾ ഈ വെറോണിക്ക കാർട്ടല്ലിയുടെ പേര് എനിക്ക് തോന്നുന്നത് അന്ന് മലയാള പത്രത്തിലൊക്കെ വന്നത് ജുവാനിറ്റ എന്നാണ് വന്നത്. അത് തെറ്റാണെന്ന് പിന്നീട് വ്യക്തമായിട്ടുണ്ട്. പക്ഷെ കുറേ കാലം ജുവാനിറ്റ എന്ന് വന്നിരുന്നു. അപ്പോൾ ഈ 2010 വരുൺ ഗാന്ധിയുടെ വിവാഹം, മനേകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധിയുടെ വിവാഹം നടന്നത്. അപ്പോൾ 2010 വരുണിൻ്റെ കല്യാണം കഴിഞ്ഞപ്പോഴും വരുൺ കല്യാണം കഴിച്ചത് ഇൻക യാമിനി റോയ് എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ഇപ്പം അവരെ പറ്റിയൊന്നും അധികം കേൾക്കാറില്ല നമ്മൾ. അന്നും രാഹുലിനോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉടനെ ഇത് നടക്കുമായിരിക്കുന്നൊക്കെ ആളുകളൊക്കെ വിചാരിച്ചിരുന്നു. അന്ന് ഈ രാഹുലും പ്രിയങ്കയൊക്കെ ഈ കല്യാണത്തിന് പോയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? അത്ര നല്ല ബന്ധമല്ലായിരുന്നെങ്കിൽ പോലും വരുണിന്റെ കല്യാണം. അത് ഈ പ്രിയങ്കയുമായിട്ട് വരുണിന് ഇപ്പോഴും നല്ല ബന്ധമാണ്. ഈ കുഞ്ഞുങ്ങളായിട്ട് ഒന്നിച്ച് നടക്കുന്നവരെ പിൽക്കാലത്തും വലിയ ഒരു ദാർഢ്യം അതിന് കാണും. അപ്പോൾ ഈ വരുണിൻ്റെ ഒക്കെ കാലം ഇതൊക്കെ വിവാഹം നടക്കുമ്പോൾ 40 വയസ്സേ രാഹുലിനുള്ളൂ. 40 വയസ്സിൽ രാജീവ് ഗാന്ധിക്ക് 2 മക്കളുണ്ടായിരുന്നു. രാഹുലും പ്രിയങ്കയും ആ സമയത്ത് തന്നെ ജനിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഈ സൽമാൻ ഖാനെ പോലെ നിൽക്കാനാണ് രാഹുലിൻ്റെ ഒരു വിദ്യയായിട്ട് വരുന്നത്. പിന്നെ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ പൊതുവെ അങ്ങനെ ഈ സ്യൂട്ടബിൾ ബോയ് സ്യൂട്ടബിൾ ബ്രൈഡ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളൊന്നും അല്ല ഈ നെഹ്റു കുടുംബത്തിൽ വന്നിട്ടുള്ളത്, ആണായാലും പെണ്ണായാലും എന്ന് ചരിത്രത്തിൽ താല്പര്യമുള്ള ആളുകൾ പറയാറുണ്ട്. ഉദാഹരണത്തിന് കമലാ നെഹ്റുവായിട്ട് അത്ര സ്നേഹപൂർണമായ ബന്ധമൊന്നും അല്ലായിരുന്നു നെഹ്റുവിന്. പിന്നെ നെഹ്റുവിൻ്റെ ജീവിതത്തിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു. ഒന്നാമത് കമലയ്ക്ക് രോഗം നന്നായിട്ടുണ്ടായിരുന്നു. അവർ സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് ചികിത്സിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ചികിത്സക്കൊക്കെ സൗകര്യമൊക്കെ ചെയ്ത് കൊടുത്ത ആളൊരു മലയാളി ആനന്ദൻ നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട് സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ബെർലിനിൽ താമസിച്ചിരുന്ന നെഹ്റുവിനും പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധിക്കുമൊക്കെ പിന്നെ ഭാര്യയും ഇന്ദിര നോക്കുമ്പോൾ അമ്മയും ട്രീറ്റ്മെൻറ്റിന് സഹായിച്ചിരുന്ന ആളെന്നുള്ള നിലയ്ക്ക് പിന്നീട് ഈ നമ്പ്യാര്, ആനന്ദൻ നമ്പ്യാരല്ല, ടി.സി. നാരായണൻ നമ്പ്യാർ, ഈ നമ്പ്യാരെ പിന്നീട് സ്ഥാനപതിയൊക്കെ ആക്കി. പിൽക്കാലത്ത് വിദേശ രാജ്യത്ത് നമ്പ്യാരെ സ്ഥാനപതിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെല്ലാം ഇവരിങ്ങനെ നോക്കുക എന്ന് പറയാറുണ്ട്. ഇപ്പോൾ പിന്നീട് ഇന്ദിരാഗാന്ധി പാഴ്സിയായ മറ്റേ ഫിറോസ് ഖണ്ഡി ആണ്. അതും അത്ര സുഖകരമൊന്നും ആയിരുന്നില്ല. നെഹ്റുവിനാണെങ്കിൽ ശ്രദ്ധാമാത എന്ന് പറഞ്ഞൊരു സന്യാസിനിയിലൊരു കുട്ടി ഉണ്ടായി. പക്ഷെ അത് ചാപ്പിള്ളയായിരുന്നു, ബാംഗ്ലൂരിലാണ് പ്രസവിച്ചത് എന്നൊക്കെ പറഞ്ഞ രേഖകളൊക്കെ ഉണ്ട്. ഈ ശ്രദ്ധാമാതയൊക്കെ ആയിട്ടുള്ള കഥകളൊക്കെ വളരെ വിശദമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ശ്രദ്ധാമാതയെ വേറെ ചില ഹിന്ദുത്വ ആളുകൾ പുള്ളിയുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടതാണ്, പുള്ളിയെ പൊളിക്കാനായിട്ട് പുള്ളിയുടെ എന്നൊക്കെയും കഥകളൊക്കെ ഉണ്ടായിരുന്നു. പാരമ്പര്യമാണല്ലേ. അത് ഈ മറ്റേ എഡ്വിന മൗണ്ട് ബാറ്റനും ഒക്കെ ആയിട്ട് വലിയ ബന്ധമായിരുന്നു. മൗണ്ട് ബാറ്റൻ ഇവിടെ വൈസ്രോയി ആയിട്ട് വന്നപ്പോൾ എഡ്വിനയുമായിട്ടൊക്കെ ഒരുമിച്ച് നടന്നിരുന്നു. സരോജിനി നായിഡുവിൻ്റെ മകൾ പത്മജ നായിഡു നെഹ്റുവിൻ്റെ കാമുകിയായിരുന്നു. ഇന്ത്യയിൽ ഒരമ്മയും മകളെയും മാത്രമേ
ഗവർണർമാരാക്കിയിട്ടുള്ളൂ. സരോജിനി നായിഡുവും ഗവർണറായിരുന്നു, പത്മജ നായിഡുവും ഗവർണറായിരുന്നു. പത്മജ നായിഡു പശ്ചിമ ബംഗാളിലെ ഗവർണറായിരുന്നു. ഉപകാരസ്മരണ. പിന്നെ ചില മലയാളികളെ പറ്റിയിട്ടൊക്കെ മലയാളിയായ ഒരു മന്ത്രിയൊക്കെ പറ്റിയിട്ട് അവിടെ ആ കാലത്തെ ഒക്കെ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ദിര അങ്ങനെ ഇന്ദിരയും വേറെ ധീരേന്ദ്ര ബ്രഹ്മചാരിയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ റാസ്പുട്ടിൻ എന്നൊക്കെ പറഞ്ഞ് പല കഥകളും ഒക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് കഥകൾ അങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊക്കെ ആയിരിക്കും. ഇന്ന മകൻ്റെ അച്ഛനാര് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ പല ആളുകളും പല സംശയങ്ങളും ഒക്കെ പറയാറുണ്ട്. രാജീവ് ഗാന്ധി കല്യാണം കഴിച്ചത് ഇറ്റലിയിലെ ടൂറിൻ ഷ്രൗഡ് എന്ന് പറയും. നമ്മുടെ യേശുവിൻ്റെ മുഖം പതിഞ്ഞ ഒരു തൂവാലയുണ്ട്, അത് ടൂറിൻ ഷ്രൗഡ് എന്നാണ് അറിയപ്പെടുന്നത്. ടൂറിനിലെ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന. അപ്പോൾ ആ ടൂറിൽ നിന്നുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ബിൽഡർ എന്നൊക്കെ പറയാം. അങ്ങനെ ഒരാളുടെ മകളാണ്. അവർ റെസ്റ്റോറൻറ്റിൽ വെച്ച് റെസ്റ്റോറൻറ്റിൽ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് കണ്ടിട്ടാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ അവർക്ക് ആദ്യത്തെ പരിചയം മാധവറാവു സിന്ധ്യ ആയിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം മാധവറാവു സിന്ധ്യ പരിചയപ്പെടുത്തിയപ്പോൾ ഇത് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയുടെ മകനാണ്, കുടുംബത്തിലെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവര് തമ്മിലുള്ള അടുപ്പം എന്നൊക്കെ അവരുടെ ശത്രുക്കളോ ഒക്കെ ഇങ്ങനെ പറഞ്ഞു പരുത്താറുണ്ട്. അപ്പോൾ സഞ്ജയ് ഗാന്ധി വിവാഹം ചെയ്തത് മറ്റേ ഈ ടവലിൻ്റെ ഒക്കെ പരസ്യത്തിലൊക്കെ വരുന്ന മനേകാ ഗാന്ധി ആണ്. സോണിയാഗാന്ധി ആയിട്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് അടുപ്പം. അവിടുന്ന് മനേകാ ഗാന്ധിയെ അടിച്ചിറക്കുകയാണ് ഉണ്ടായത് അവിടെ നിന്ന്. അപ്പോൾ അങ്ങനെയാണ് ആ കുടുംബത്തിൻ്റെ പൊതുവെ ഒരു ഈ വിവാഹ ബന്ധങ്ങൾ ഈ ഇവരുടേത് സോണിയയുടെയും രാജീവിൻ്റെയും കുഴപ്പമില്ലാതെ പോയി. അങ്ങനെ നന്നായി. മോള് പ്രിയങ്കയുടെ കാര്യം വന്നപ്പോൾ വീണ്ടും വന്നില്ലേ, ഇവിടുന്ന് ഒരു സ്യൂട്ടബിൾ അല്ലാത്ത ഒരാൾ എന്നുള്ളത് അതിൻ്റെ അകത്തും ശരിയായിട്ട് വന്നു. ഈ റോബർട്ട് വാദ്ര എന്ന് പറഞ്ഞ് ഈ പിച്ചള കച്ചവടമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മൊറാദാബാദിൽ നടന്നിരുന്ന ഒരു കുടുംബമാണ്. അയാളിപ്പോൾ പ്രസ്ബിറ്റീരിയൻ ചർച്ച് ആ മതവിഭാഗത്തിലാണ്. ഒരു ക്രിസ്ത്യൻ മതവിഭാഗം തന്നെയാണ്. കപിൽ സിബലൊക്കെ പ്രസ്ബിറ്റീരിയൻ ആണ്. അംബിക സോണി ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെ ഡ്രോപ്പ് ഔട്ടാണ്, മര്യാദയ്ക്ക് പഠിച്ചിട്ട് പോലും ഇല്ല ഈ റോബർട്ട് വാദ്ര. മര്യാദക്കാണെങ്കിൽ നല്ല ആള്, പക്ഷെ ഒരുപാട് പൈസ ഇപ്പോൾ റോബർട്ട് വാദ്ര വിവാഹം ചെയ്ത ശേഷം. നമ്മൾ വിഷയത്തിൽ നിന്ന് വീണ്ടും പറഞ്ഞു. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ വിവാഹത്തിലേക്ക് വന്നാൽ എന്താണ് ഈ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത്? ഇപ്പം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്താ? അതിൻ്റെ അകത്ത് സംശയിക്കാവുന്നൊരു കാര്യം, ഇപ്പോൾ ചിലപ്പോൾ ഒരു ഗൗരവമുള്ള ബന്ധമുണ്ടാകാം. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിവാഹം ആലോചിക്കുന്നുണ്ട്. ഞാൻ ഉടനെ വിവാഹം ചെയ്യും എന്നുവെച്ചാൽ വിവാഹം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? അല്ല, മുട്ടലൊക്കെ തീർന്നല്ലോ. പുര നിറഞ്ഞു നിൽക്കുന്ന പീരീഡ് പോലും തീർന്നില്ലേ? 54 വയസ്സായില്ലേ? 2ഓ 3ഓ വിവാഹത്തിനുള്ള സമയം 54 വയസ്സായി. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു ദുരൂഹമായ വാചകമാണ്. ഈ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അത് മറ്റ് സുഹൃത്തുക്കളുമായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, എവിടെയോ പോകുന്നത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് നേരത്തെ തന്നെ ആരോപണമുണ്ട്. നീ കുറച്ചാളെങ്കിലും ഇവിടെ നിൽക്കുക എന്നൊക്കെ അമ്മ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ട് പൊറുതി മുട്ടിയിട്ട് ഇനി ഒരു ഗൃഹസ്ഥനായി മാറാം എന്നുള്ള ചിന്തയായിരിക്കുമോ? അല്ല, ഈ സോണിയാഗാന്ധിയും പ്രിയങ്കയൊക്കെ പലതവണ ഈ പറഞ്ഞ് മടുത്തതാണ് എന്നാണ്. കുറച്ച് ഒരു വിവാഹപ്രായം വരെയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ വിവാഹപ്രായമൊക്കെ കഴിഞ്ഞില്ലേ? അപ്പം അതുകൊണ്ട് അവര് അങ്ങനെ പറച്ചിൽ നിർത്തിയിട്ടുണ്ട്. ഈ പുറത്തേക്കുള്ള യാത്രയെ പറ്റിയൊക്കെ പല ആളുകളും പലതും ഒക്കെ പറയാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ റായ്ബറേലിയിലെ ജനങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എന്ന രീതിയിൽ ഈ ഇലക്ഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി തൻ്റെ വധുവുമായി അവിടെ ജയിച്ചാലും തോറ്റാലും അവിടെ എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്തരമുള്ള കാഴ്ചകളാണ് പറഞ്ഞതെങ്കിൽ, അതല്ലെങ്കിൽ റായ്ബറേലിയിൽ തോൽക്കും എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞതെങ്കിൽ അത് നമുക്ക് നോക്കണം. പക്ഷെ വയനാട് അപ്പോഴും ഉണ്ടല്ലോ. അതെ. അപ്പോൾ അത് തോൽവിയുടെ ജയപരാജയങ്ങളുമായി ബന്ധപ്പെട്ടതാകണമെന്നില്ല റായ്ബറേലിയിലെ. കാരണം വയനാടിലും മത്സരിച്ചിട്ടുണ്ടല്ലോ. അതെ.
അപ്പോൾ ഗൗരവമായ എന്തെങ്കിലും ആലോചന ഉണ്ടാകാം, അതെ, ഉണ്ടാകാതിരിക്കാം. എന്തായാലും അദ്ദേഹം താമസിയാതെ ഉണ്ടാവുന്നുള്ള മട്ടിൽ ഒരു വാചകം പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് ഒരു പങ്കാളി വരുമ്പോഴേ നമുക്ക് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ. അതല്ലെങ്കിൽ അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആചാരങ്ങൾ പോലെ അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ പെൺകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ചിത്രം പങ്കുവെക്കുക, അതൊക്കെയല്ലേ അതെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ, ആധുനിക ആചാരങ്ങൾ. അങ്ങനെയുള്ള ആചാരങ്ങൾ വല്ലതും വരുമോയെന്നും നോക്കാം. എന്തായാലും രാഹുൽ ഗാന്ധി ഒരു തമാശ പറഞ്ഞാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ രാഹുൽ അത് കേൾക്കുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ചോദിച്ചത്, ആവർത്തിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴാണ് ഈ ചോദ്യം വീണ്ടും രാഹുൽ കേൾക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഉടനെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ എന്തായാലും അതൊരു ഗൗരവ സ്വഭാവമുള്ള കാര്യമാണെന്ന് നമുക്ക് ഇപ്പോൾ കരുതാം. പിന്നെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ഈ വെറോണിക്ക മായിട്ടുള്ള ആ ബന്ധം പലപ്പോഴും എന്താണ് വിവാഹം ഇങ്ങനെ ചെയ്യാത്തതെന്ന് ആലോചിക്കുമ്പോൾ ഈ ബന്ധം അവസാനിപ്പിച്ചിട്ട് വേണമല്ലോ. അത് തുടരുന്നുണ്ടായിരുന്നോ, അതുകൊണ്ടാണോ പുറത്തു പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കീറാമുട്ടിയും കൂടി ഇടയ്ക്ക് വെറോണിക്ക കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇപ്പം വരും ദിവസങ്ങളിൽ ഇനി ഇത് കുറച്ചൊക്കെ ചർച്ച ചെയ്യപ്പെടുമെന്ന് തോന്നുന്നു. അന്നേരം നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് ഈ കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്യാം. അതാലോചിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.